ചോദ്യപേപ്പർ ചോർച്ച വിവാദങ്ങൾ തുടരുന്നതിനിടെ നടന്ന നീറ്റ് പുനഃപരീക്ഷ അവസാനിച്ചു. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പരീക്ഷ നടന്നത്. കർശന പരിശോധനയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികളെ ഹാളിൽ പ്രവേശിപ്പിച്ചത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച പരീക്ഷ 5:15 അവസാനിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറും സാരംഗും ചേരുന്നുണ്ട്. അനീഷ് കുമാറിലേക്ക് പോകുമ്പോൾ, അനീഷ്, അവിടെ പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയോ? ലോങ് ബെല്ല് മുഴങ്ങി അല്പസമയത്തിനുള്ളിൽ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി വരും. എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നതും എങ്ങനെയുണ്ടായിരുന്നു ഈ ചോദ്യപേപ്പർ ചോർന്ന ശേഷം വീണ്ടും പരീക്ഷ നടത്തുമ്പോൾ അത് കുട്ടികളെ ഏത് നമുക്ക് അറിയേണ്ടത്. നന്നായി പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട്. അവർക്ക് ഇത്തവണ ബുദ്ധിമുട്ടായെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായി മാറും. മറ്റൊന്ന് കഴിഞ്ഞ തവണ താരതമ്യേന നന്നായി പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നവരുണ്ട്. അവർക്കും ഒരു അവസരം കൂടി കിട്ടുക എന്ന തരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങും. എന്തായാലും ഏത് തരത്തിലാണ് പരീക്ഷ എഴുതിയത് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ബയോളജി അടക്കമുള്ള വിഷയങ്ങൾ കുട്ടികൾക്ക് വളരെ എളുപ്പം എഴുതാൻ കഴിഞ്ഞിരുന്നു എന്നാണ് നമുക്ക് രാവിലെ തന്നെ അവരുടെ പ്രതികരണം മനസ്സിലായത്. അത്തരം പേപ്പറുകൾ ഇത്തവണ ഏത് രീതിയിലേക്ക് മാറി ആ ഒരു കാഠിന്യം കൂടുമോ എന്നടക്കമുള്ള സംശയങ്ങൾ വരുന്നിരുന്നു. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാൻ നമ്മൾ കാത്തിരുന്നാൽ മതി. ഈ ഗേറ്റ് ഇനിയും തുറന്നിട്ടില്ല. ആശങ്കാകുലരായി അല്ലെങ്കിൽ കുട്ടികൾ വരാനായി കാത്തു നിൽക്കുന്ന രക്ഷാകർത്താക്കളെ നമുക്ക് കാണാം. അവർ ഈ പരീക്ഷ തുടങ്ങിയ സമയം മുതൽ ഇവിടെ നിൽക്കുന്നവരാണ്. പലരും രാവിലെ 10 മണിയും 11 മണിയും ഒക്കെ മുതൽ ഈ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തുകയും കുട്ടികളെ പരീക്ഷയ്ക്ക് കൃത്യസമയത്ത് അയക്കുകയും അതിനുശേഷം പുറത്ത് കാത്തു നിൽക്കുന്നവരുമാണ്. എന്തായാലും അല്പസമയത്തിനകം നമുക്ക് ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം അല്ലെങ്കിൽ ഈ പുനഃപരീക്ഷ ഏത് രീതിയിലാണ് കുട്ടികളെ ബാധിച്ചിരിക്കുന്നത് നമുക്കറിയാൻ കഴിയും. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എവിടെ സ്ഥലം? എവിടെ? വടകര. കഴിഞ്ഞ തവണ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? അവിടെ വെച്ച് എഴുതി. അന്ന് എളുപ്പമായിരുന്നോ കുട്ടിക്ക് പരീക്ഷ? ഞാൻ വന്നില്ല. എന്റെ പേരെ കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ? എങ്ങനെയായിരുന്നു? കഴിഞ്ഞ തവണ എളുപ്പമായിരുന്നു അല്ലേ? ഇത്തവണ അതിന്റെ ഒരു ആശങ്കയൊക്കെ നിങ്ങളുടെ മുഖത്ത് തന്നെ കാണുന്നുണ്ട്. എങ്ങനെ വന്നാലേ പറയാൻ പറ്റൂ. വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പാസ്സാനുള്ള മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവര് തന്നെ കണക്ക് കൂട്ടി. ഡിപ്രഷൻ ആയിപ്പോയി എല്ലാം കൂടി. ഡോക്ടറെ കാണിച്ചാൽ ഇവിടെ അലമ്പായി. അപ്പൊ അങ്ങനെ എഴുതാൻ വന്നിക്കുന്നുള്ളൂ. എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞാൽ അറിയുള്ളൂ. ഇങ്ങനെ ചങ്കിടിച്ച് നിൽക്കുകയാണ്. നമ്മളെ അവരെ വയ്യ എടുക്കുക. കുറെ ഈ നീറ്റിന്റെ പ്രശ്നം ഇങ്ങനെ വയ്യ നടക്കുക. ഞങ്ങള് എല്ലാവരും അമ്മയും അച്ഛനും അവരോട് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയായാലും ഞങ്ങൾ പറഞ്ഞു ഇത് വിട്ടേക്ക്, വേറെ എന്തൊക്കെ ഉണ്ട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. കിട്ടിയില്ലെങ്കിൽ ബേജാറും നാണ്ടാറിന് പോയതാ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്? ഓ, അങ്ങനെ തന്നെ. കിട്ടിയില്ല ഒരു ബേജാറും വേണ്ട, അടുത്ത പണിക്ക് വേണ്ട. എന്തായാലും പിന്നെ എന്താ ഇത് എന്നിട്ട് നോക്കാൻ നോക്കുന്നു. ഈ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. നിങ്ങൾക്കും ഒരു ടെൻഷൻ ഉണ്ടല്ലേ ഈ കുട്ടികളുടെ? ടെൻഷൻ ഉണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതായിരുന്നല്ലേ. അപ്പൊ അത് കുഴപ്പമില്ലായിരുന്നു. ഈ പ്രാവശ്യമാണ് എങ്ങനെയായിരുന്നുള്ള ഒരു ആശങ്ക മൊത്തത്തിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നിങ്ങളൊക്കെ കുട്ടികളോട് പറയുന്നത് ഇതായിരിക്കും അല്ലേ? പോയ പോട്ടെ, നമുക്ക് വേറെ. അതെ അതെ, അതന്നെയാ പറയുന്നത്. വേറെ ഉണ്ടല്ലോ, നീറ്റില്ലെങ്കിൽ വേറെ മറ്റു പലയിടത്തെ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആശങ്കയായിരിക്കും. അതെ, സത്യമാണ്. പക്ഷെ ഞങ്ങളങ്ങനെ പ്രഷർ ചെയ്യാറില്ല പിള്ളേരെ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് ഫേസ് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പത്തെ അറിയില്ല, ഇനി ടഫാന്നൊക്കെ പറയും. ഇവിടുന്ന് എന്താന്ന് അറിയില്ല. വരുമ്പോ അറിയാം ചിരിച്ചോണ്ടാണോ കരഞ്ഞോണ്ടാണോ വരുന്നൊക്കെ അല്ലേ? അതാണ് അല്പസമയത്തിനകം നമുക്ക് ആ കുട്ടികൾ പുറത്തേക്ക് വരുമ്പോൾ അറിയാം അവരുടെ മുഖഭാവം. അനീഷ് തുടരുക. ഇപ്പോൾ സാരംഗിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സാരംഗ്, ഇപ്പോൾ അവിടെ വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയോ? അത് 1 മാസം കൂടി തയ്യാറെടുക്കാൻ അവർക്ക് സമയം കിട്ടിയോ? എങ്ങനെ ആയിരുന്നു പരീക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാമോ അവരോട്? സാരംഗ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, അവിടെ നിന്ന് വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് പരീക്ഷ എത്രത്തോളം എളുപ്പമായിരുന്നു? 1 മാസം കൂടി സമയം പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയത് ഉപകാരമായോ അതോ ഗുണം ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അറിയേണ്ടതുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാമല്ലേ?
ചോദ്യപേപ്പർ ചോർച്ച വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ നീറ്റ് പരീക്ഷ പുനഃപരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു ഈ പരീക്ഷകളൊക്കെ നടക്കുന്നത്. കർശന പരിശോധനയ്ക്ക് ശേഷമായിരുന്നു ഈ വിദ്യാർത്ഥികളെ ഒക്കെ കടത്തിവിട്ടിരുന്നത്. ഇപ്പോൾ ഇതാ ഇവർ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. 1 മാസത്തെ സമയം അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയിരുന്നു. അത് ഇപ്പോൾ നടന്ന പുനഃപരീക്ഷ അത് എത്രത്തോളം എളുപ്പമായിരുന്നു എന്നതൊക്കെ ഈ വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിലൂടെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിഷമമായിരുന്ന പരീക്ഷ അതോ എളുപ്പമായിരുന്നു എന്നുള്ളതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഇന്നത്തെ പരീക്ഷയുടെ സുതാര്യതയിലും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഇനി അവർ പുറത്തിറങ്ങിയാൽ മാത്രമേ അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബയോളജി അങ്ങനെ ഏത് സബ്ജക്റ്റ് ആയിരുന്നു കൂടുതൽ എളുപ്പം? ബയോളജി തന്നെ. കഴിഞ്ഞ തവണ ബയോളജി തന്നെയായിരുന്നു. ചിരിച്ച മുഖമുള്ള ഒരാളാണ് കടന്നുപോയത്. നമ്മളെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയായിരുന്നു അതോ അതിൽ എളുപ്പമായിരുന്നോ? ഫിസിക്സ് കുറച്ച് ടഫ് ബയോളജി ഫിസിക്സ് കഴിഞ്ഞ തവണ ടഫ് ആയിരുന്നോ അതോ കഴിഞ്ഞ തവണ ഈസി ഇപ്രാവശ്യം ടഫ് പോലെ നോക്കുമ്പോൾ ഒരേപോലെ ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് പാടായിരുന്നു. ബയോളജി എളുപ്പമായിരുന്നു. ടൈമിംഗ് ഒക്കെ കുഴപ്പമില്ല. എക്സ്ട്രാ 15 മിനിറ്റ്സ് കിട്ടിയോണ്ട് 38 ദിവസത്തിനുള്ളിലാണ് അടുത്ത എക്സാം നടന്നത്. ആ സമയത്ത് പിന്നെ രണ്ടാമത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയത് കുഴപ്പമില്ല. കുറച്ച് പാടായിരുന്നു. ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? അല്ല, സെക്കൻഡ്. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ എക്സാം? കുഴപ്പമില്ല. മറ്റേ എക്സാം വെച്ച് നോക്കുന്നുണ്ട്. എളുപ്പം രണ്ടുപേരെ പോലെ ഏകദേശം. സാരംഗ, വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ പരീക്ഷ കൂടുതൽ എളുപ്പമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായും ഫിസിക്സ് കെമിസ്ട്രി അടക്കമുള്ള വിഷയങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഒരു കൂടുതലൊരു വ്യത്യാസമുണ്ട് പരീക്ഷയ്ക്ക്. പക്ഷേ അതിൻ്റെതായ ഒരു ഗുണനിലവാരത്തിൽ വ്യത്യാസമുണ്ടെന്ന് ഇനിയാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണം അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് എക്സാം? കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ബയോളജി എളുപ്പമുണ്ടായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി എല്ലാവരും പറയുന്നു. കഴിഞ്ഞ എക്സാം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? കഴിഞ്ഞ എക്സാം പാടായി. ആദ്യമായിട്ട് ഇതാണ് പ്രാവശ്യം. ഇത്തവണ A+2 കഴിഞ്ഞു. ാണ് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളാണ് എല്ലാ വിദ്യാർത്ഥികളും ടഫായിട്ട് പറയുന്നത്. അതിനൊപ്പം തന്നെ ബയോളജി എളുപ്പമാണെന്ന് പറയുന്നവരുണ്ട്. നമുക്ക് മറ്റു വിദ്യാർത്ഥികളോട് എങ്ങനെയുണ്ട് എക്സാം? മറ്റേ എക്സാം വെച്ച് ആദ്യത്തെ എക്സാം ആയിരുന്നു കുറച്ചും കൂടെ ആദ്യമായിട്ട് എഴുതാണ് ഇത്തവണ? ആദ്യമായിട്ട് എഴുതാണ്. പലരും മിക്സ് ആയിട്ടുള്ള പ്രതികരണമാണ് അനുശ്രീ പറയുന്നത്. അതായത് വലിയ രീതിയിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറമേക്ക് എത്തുന്നേ ഉള്ളൂ. പലരും ആ ഒരു 3-3.25 മണിക്കൂറോളം അകത്തിരുന്ന ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്നും വളരെ ആശ്വാസത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും ആ ഒരു പരീക്ഷ രണ്ടാമത് എഴുതിയതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരുടെയും, അത് മാതാപിതാക്കന്മാരുടെ അടക്കം പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ എക്സാം വെച്ച് നോക്കുമ്പോൾ അതായിരുന്നു എളുപ്പം. ഏതെങ്കിലും സബ്ജക്ട് ടഫായിട്ട് തോന്നി? ഫിസിക്സ് എനിക്ക് ചെറുതായിട്ട് ടഫ്. ഈ വർഷമാണ് ആദ്യമായിട്ട് എഴുതുന്നത്? എല്ലാവരും ഒരേ ഭാഷയിൽ തന്നെയാണ് പറയുന്നത്. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെയാണ് ടഫായിട്ട് പറയുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു പ്രതികരണം ലഭിക്കാറില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. ബയോളജി എളുപ്പമാണ്. ശരി, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണം എങ്ങനെയാണ്? കഴിഞ്ഞ പരീക്ഷയേക്കാൾ ഇത്തവണത്തെ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണോ അതോ ടഫായിരുന്നു എന്നാണോ അവർ പറയുന്നത്? മൂന്ന് കുട്ടികളെയാണ് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്നവരിൽ കണ്ടത്. അത് താരതമ്യേന കുഴപ്പമായിരുന്നില്ല, പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര എളുപ്പമായിരുന്നില്ല എന്ന രീതിയിൽ പറയുന്നു. നമുക്കറിയാം പല വിദ്യാർത്ഥികൾക്കും പലതരത്തിലാണ് ഓരോ വിഷയങ്ങളെ സമീപിക്കുന്നത്. ബയോളജി താരതമ്യേന എളുപ്പമായിരുന്നു എന്നാണ് 2 കുട്ടികൾ പറഞ്ഞത്. കഴിഞ്ഞ തവണ ഫിസിക്സ് കുറച്ച് കട്ടിയും ബയോളജി എളുപ്പവുമായിരുന്നു. ഇത്തവണ ഫിസിക്സ് ഇത്തവണയും
കുറച്ച് കട്ടിയുള്ളതായിരുന്നു എന്നാണ് ഒരു കുട്ടി നമ്മളോട് പറഞ്ഞത്. എന്തായാലും ബയോളജി പൊതുവെ എളുപ്പമുള്ളതായിരുന്നു എന്നാണ് 3 കുട്ടികളും പറഞ്ഞത്. പക്ഷേ അവർ 3 പേരും കഴിഞ്ഞ തവണത്തെ പരീക്ഷയാണോ ഇത്തവണത്തെ പരീക്ഷയാണോ കൂടുതൽ എളുപ്പമെന്ന് ചോദിച്ചപ്പോൾ അതിലൊരു കൃത്യമായ ഒരു മറുപടി പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. കാരണം അവർ ആൻസർ കീ ഒക്കെ പുറത്തു വരും, അവരുടെ മാർക്കുകൾ അവർ തന്നെ ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കും, നെഗറ്റീവ് മാർക്കും ഒക്കെ കണക്കാക്കും. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഏകദേശ ഒരു റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ ഏകദേശം ഒരു മാർക്കിലേക്ക് എത്താൻ കഴിയുക. അവ തമ്മിൽ കൂട്ടിച്ചേർത്താൽ മാത്രമാണ് ഇത്തവണത്തെ പരീക്ഷ എങ്ങനെയെന്ന് പറയുന്നത്. എന്നാലും താരതമ്യേന ഒരു സമ്മിശ്രമായ ഒരു ചർച്ചാ വിവാദം തുടരുന്നതിനിടെ ഇപ്പോൾ ഇതാ രണ്ടാമത്തെ പരീക്ഷ കഴിഞ്ഞ് പുനഃപരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരുടെ പ്രതികരണമൊക്കെയാണ് നമ്മൾ കേട്ടത്. MS സനീഷ് കുമാറും S ആരംഗുമാണ് വിവരങ്ങൾ നൽകിയത്.